നമസ്കാരം. ഒരു തരത്തിലും മനസ്സമാധാനത്തോടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാതായിരിക്കുന്ന ഒരവസ്ഥ ആണ് ഇന്നുള്ളത് എന്ന് ഒരു സാധാരണക്കാരനോട് ചോദിച്ചാൽ അയാൾ നിസ്സംശയം പറയും. ഇവിടെ മത തീവ്രവാദത്തിന്, അതുപോലെ തന്നെ ഇടതുപക്ഷ തീവ്രവാദം, അതുപോലെ സാമൂഹ്യ വിരുദ്ധമായ, ജനവിരുദ്ധമായ, രാജ്യവിരുദ്ധമായ കാര്യങ്ങളുടെ ഒക്കെ തന്നെ ഒരു കേന്ദ്രമായി കേരളം മാറിയതായുള്ള ആരോപണങ്ങളും പരാതികളും കേട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ ഭയമായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ഈ മാവോയിസ്റ്റ് ഇടത് ഭീകരവാദികളോടൊക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കീഴടങ്ങാത്ത ആൾക്കാരെ വെടിവെച്ച് കൊല്ലുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സമ്പൂർണ്ണ ഇടതുപക്ഷ തീവ്രവാദ വിരുദ്ധ രാജ്യമായി, അല്ലെങ്കിൽ മാവോയിസ്റ്റ് വിരുദ്ധ രാജ്യമായി ഇന്ത്യയെ മാറ്റും എന്നുള്ള കാര്യമാണ് അമിത്ഷാ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് 2 മാവോയിസ്റ്റ് തീവ്രവാദികൾ കീഴടങ്ങിയതായുള്ള റിപ്പോർട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു പുതിയ അറിവനുസരിച്ച്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പുതിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ ഇടത് തീവ്രവാദം അതിശക്തമായി നിലകൊള്ളുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നൽകുന്നത്. കേരളത്തിൽ ഇടത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളം നൽകുന്നത് ആര്? നേരത്തെ കരുളായി, നിലമ്പൂർ വനമേഖലയിലടക്കം മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുകയും പിടിക്കുകയും ഒക്കെ ചെയ്ത കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഏതാനും വർഷം മുൻപ്. വീണ്ടും പലപ്പോഴും വയനാടിന്റെ പല ഭാഗങ്ങളിലും, വയനാടിന്റെയും മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെയും പല ഭാഗങ്ങളിലും ഇടതുപക്ഷ തീവ്രവാദം അതിശക്തമായി വനമേഖലകളിലും ആദിവാസി മേഖലകളും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. പക്ഷേ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്ക് ഇപ്പോൾ CPIക്ക് ഇവരോട് ചെറിയൊരു ആഭിമുഖ്യമുണ്ട്, ഈ മാവോയിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളോട്. അതുകൊണ്ട് എപ്പോഴും അവർ എതിരായതുകൊണ്ടാണോ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായ നടപടിക്ക് മുതിരാത്തത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. റിപ്പോർട്ട് പ്രകാരം മനോരമയാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളം അടക്കമുള്ള 10 സംസ്ഥാനങ്ങളിലാണ് ഇടതുപക്ഷ തീവ്രവാദം അതിശക്തമായി നിലനിൽക്കുന്നതായിട്ട് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറയുന്നത്. 10 വർഷത്തിനിടെ കേരളത്തിൽ 2 തീവ്രവാദികൾ കീഴടങ്ങി. ഇക്കാലയളവിൽ ഇടത് തീവ്രവാദികളെ കൊലപ്പെടുത്തുകയോ അവരുടെ ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മറുപടി നൽകി. കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഇടത് തീവ്രവാദ സാന്നിധ്യം ഉള്ളത് എന്ന് വ്യക്തമായിട്ടില്ല. 2017, 21 വർഷങ്ങളിൽ ഓരോ തീവ്രവാദികളാണ് കേരള പോലീസിന് മുൻപാകെ കീഴടങ്ങിയത്. കേരളത്തിന് പുറമെ ബംഗാൾ, ഒഡീഷ, തെലങ്കാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഇടതുപക്ഷ തീവ്രവാദം അതിശക്തമായി നിലകൊള്ളുന്നത്. ഈ തീവ്രവാദങ്ങൾ ഒരിക്കലും ഒരു സമൂഹം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇവരുടെ ആശയങ്ങൾ ഒരിക്കലും ഈ ഒരു വർത്തമാനകാലത്ത് സംഭവ്യമായ ഒരു കാര്യമല്ല. മാവോയിസം ഒക്കെ എന്നെ നശിച്ചു കഴിഞ്ഞു, കമ്മ്യൂണിസം പോലും നശിച്ച് നാറണക്കല്ല് പിടിച്ചു. അപ്പോൾ ഇത്തരത്തിൽ സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിക്കാനും ജനങ്ങൾക്കിടയിൽ ഭയം ജനിപ്പിച്ച് അവിടെ അധികാരം സ്ഥാപിക്കാനും ഒക്കെ തന്നെ ഉള്ള ശ്രമം പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇടതുപക്ഷ തീവ്രവാദ പ്രവർത്തകർ. ഇവർക്ക് ഇത്തരത്തിൽ ഇപ്പം ഈ മത തീവ്രവാദത്തിന് രാഷ്ട്രീയമായ പിന്തുണ കിട്ടുന്നത് പോലെ ഇടതുപക്ഷ തീവ്രവാദത്തിനും വ്യാപകമായ രാഷ്ട്രീയ പിന്തുണ കിട്ടുന്നുണ്ട്. മാത്രമല്ല അവരെ ഉപയോഗിച്ച് ഈ രാഷ്ട്രീയക്കാർക്ക് പല മേഖലകളിലും സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്, പ്രത്യേകിച്ചും ആദിവാസി ഗോത്ര മേഖലകളിലൊക്കെ തന്നെ. ഇതൊന്നും പരിശോധിക്കപ്പെടുന്നില്ല, അന്വേഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നിലമ്പൂരിലും കരുളായി വനമേഖലയിലൊക്കെ ഉണ്ടായ വിഷയങ്ങൾ അന്ന് കുറെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. CPI അന്ന് കാനം രാജേന്ദ്രൻ ജീവിച്ചിരിക്കുന്ന സമയമാണ്. അദ്ദേഹം എന്തോ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളിലേക്ക്, വിശദമായ അന്വേഷണങ്ങളിലേക്കോ പരിശോധനകളിലേക്കോ കാര്യങ്ങൾ, ഇപ്പൊ ഓപ്പറേഷൻ ടൈഗർ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായി. ആദ്യത്തെ കുറെ കാലം നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചു എന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും ഈ രീതിയിൽ ഈ തീവ്രവാദത്തെ കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ, കൃത്യമായി ഇതിനെ തുടച്ചു മാറ്റിയില്ലെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അതിഭീകരമായ അവസ്ഥയിലേക്ക്, സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥയിലേക്ക് കേരളം എത്തിപ്പെടും. തോക്കുമായി തീവ്രവാദികൾ, ലഘുലേഖകളും തോക്കും ആയിട്ട് തീവ്രവാദികൾ നാട്ടിൻപുറങ്ങളിലും ആളുകളെ തേടി വരുന്ന കാലം വിദൂരമല്ലാതാകും. അതൊക്കെ തന്നെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ ഇന്റലിജൻസ് ഏജൻസികളും നിയമ സംവിധാനങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടേണ്ടതാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി, ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു വിഷയത്തിൽ, ഇടത് തീവ്രവാദ സാന്നിധ്യം കേരളത്തിൽ എന്നുള്ള വിഷയത്തിൽ നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് സംസ്ഥാന സർക്കാരും സംസ്ഥാന ആഭ്യന്തര വകുപ്പും ഏജൻസികളും ഉണർന്ന് പ്രവർത്തിക്കും എന്ന് നമുക്ക് കരുതാം.